അജിഷ്, ഈ പറയുന്നത് പോലെ വള്ളസദ്യ, വള്ളപ്പാട്ടുകള്, ഓളപ്പരപ്പിനെ കീറിമുറിച്ചുകൊണ്ട് പായുന്ന പള്ളിയോടങ്ങൾ, ഇതൊക്കെ ദൃശ്യവിരുന്നാകുന്ന ഇന്ന് ആറന്മുളയിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? തുടരാം. ക്രിസ്റ്റിന, ഈ കാഴ്ച തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ളത്. അതായത് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പള്ളിയോടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അമരത്ത് ചാർത്തിയിരിക്കുന്നത് നോക്കാം. അതിൻ്റെ ഒരു നെറ്റിപ്പട്ടം പോലുള്ളൊരു ദേശത്തിൻ്റെ ഒരു കൊടി. അങ്ങനെ ഏറ്റവും ഭംഗിയുള്ള പള്ളിയോടങ്ങളാണ് ഇവിടെ ഈ ഓളപ്പരപ്പിൽ പമ്പാ നദിയിലൂടെ ഇനി ഇറങ്ങാൻ പോകുന്നത്, നീറ്റിലിറങ്ങാൻ പോകുന്നത്. ഇത് ഒരുപക്ഷെ നമ്മൾ തൃശ്ശൂരിലേക്ക് ഈ പൂരത്തിന് നെറ്റിപ്പട്ടം എന്ന് കിട്ടിയ ഗജവീരന്മാരെ കാണുന്നത് പോലെ നോക്കി നിൽക്കേണ്ടി വരും. അത്രയധികം ഭംഗിയാണ് ഈ പള്ളിയോടങ്ങൾ കാണാൻ. ഈ പള്ളിയോടങ്ങളാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇനി നേരെ പരപ്പുഴയിലേക്ക് കിടക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കിടക്കുക. അവിടെ ചെന്ന് എല്ലാവരും ഒരുമിച്ചായിരിക്കും ഈ ജലഘോഷയാത്ര ആരംഭിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇവർ ഈ ദേശം എന്ന് പറയുന്നത് ഇടശ്ശേരിമല ദേശമാണ്. ഇടശ്ശേരിമല കഴിഞ്ഞ തവണത്തെ കപ്പടിച്ചവരാണ്, കഴിഞ്ഞ തവണ മന്നം ട്രോഫിയിൽ മുത്തമിട്ടവരാണ്. ഇത്തവണ ഈ ജലഘോഷയാത്രയിൽ മാത്രമാണ് ഇവർ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ചില നിയമങ്ങളൊക്കെ ഇവർക്ക് ബാധകമാണ്. കാരണം ഈ കരക്കാരല്ലാതെ അതിന് പുറത്തുള്ളവരെ മത്സരിപ്പിക്കുന്നതിൽ ഇവർക്ക് ഈ പ്രശ്നമുണ്ട്. കാരണം ഈ കടക്കാർക്ക് മാത്രമാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാനാവുന്നത്, പുറത്തുനിന്ന് ആളെ മത്സരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷത്തെ അയോഗ്യത കൽപ്പിക്കുകയാണ്. പക്ഷേ ഈ ജലഘോഷയാത്രയിൽ ഇവർ പങ്കെടുക്കും. അങ്ങനെയാണ് ഈ ഇടശ്ശേരിമല ഇത്തവണത്തെ ജലഘോഷയാത്രയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പള്ളിയോടങ്ങളെല്ലാം അലങ്കാരങ്ങളെല്ലാം പൂർത്തിയായി. ഇനി മറ്റ് ദേശക്കാർ കൂടി ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എല്ലാവരും എത്തിച്ചേരും. ഏതാണ്ട് 52 പള്ളിയോടങ്ങൾ മൊത്തമായി ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഒരുമിച്ച് ഇവരെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ സത്രക്കടവിലേക്ക് എഴുന്നള്ളുന്നൊരു ദൃശ്യമുണ്ട്. അത് ആണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നയനമനോഹരമായ ഒരു ബോട്ട് റേസ് മത്സരത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പിന്നെയാണ് എ ബാച്ച് ബി ബാച്ചിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമാനമായ രീതിയിൽ ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ടീമുകൾ ഡയറക്റ്റ് ഫൈനലിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും ഫൈനൽ നടക്കുക. നെഹ്റു ട്രോഫിയിൽ നമുക്കറിയാവുന്നത് പോലെ ഇവിടെ ആർപ്പുവിളിയുടെ താളമാണെങ്കിൽ ഇവിടെ ഹരിനാമ കീർത്തനം സങ്കീർത്തനത്തിൻ്റെ ആ താളമാണ്. ആ അഴകാണ് ആറന്മുളയ്ക്കുള്ളത്. ആറന്മുളയുടെ വഞ്ചിപ്പാട്ടിൻ്റെ ശൈലി തന്നെ പ്രത്യേകതയുള്ളതാണ്. കരുത്തിൻ്റെ, അഴകിൻ്റെ ഒരു ശൈലിയാണ് ഇവിടെ. അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പ്രൗഢി കൂടിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്നാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ജലഘോഷയാത്ര തുടങ്ങും. അതിനുശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ആര് മന്നൻ ട്രോഫിയിൽ മുത്തമിടുമെന്ന് കാത്തിരിക്കുന്നത്, അതിൻ്റെ ഉത്തരം ലഭിക്കുക. മാത്രമല്ല ഈ മന്നൻ ട്രോഫിയിൽ എ ബാച്ച് ബി ബാച്ചുകൾക്ക് പ്രത്യേക സമ്മാനങ്ങളുണ്ട്. 1, 2, 3 അങ്ങനെ പലതരത്തിൽ സമ്മാനങ്ങളുണ്ട്. അങ്ങനെ ഈ വലിയ മത്സരത്തിനായിട്ടുള്ള തുടക്കം അതിന് ആരംഭിച്ചു കഴിഞ്ഞു. അതിന് കുറച്ച് സമയങ്ങൾ കൂടി കാത്തിരിക്കുമ്പോൾ മന്നം ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ക്രിസ്റ്റീന, ശരി. ഓളപ്പരപ്പിനെ കീറിമുറിച്ച് പാഞ്ഞു വരുന്ന പള്ളിയോടങ്ങളിൽ ആര് ജലരാജാവാകും എന്നതിന് കാത്തിരിക്കുകയാണ് ആറന്മുള. വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ.